എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വികാനന്ദൻ തൃശ്ശൂർ. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. പേരക്കായകൾ ഉണ്ടായിട്ടുണ്ട് മക്കളെ. ഇതുപോലെ പഴുത്ത പേരക്കായ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ പുളി വെച്ചിട്ട് കണ്ടു കറുകറുന്ന് കടിക്കുന്ന ആ പേരക്കായ അതെനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ ഓരോന്ന് പൊട്ടിച്ച് കഴുകി കറുകറുന്ന് കടിച്ച് തിന്നും. പക്ഷേ ഈ പഴുത്തത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് ഞാൻ അണ്ണാനും കിളികൾക്കൊക്കെ വെച്ചിരിക്കുക. അത് അവർ കഴിക്കട്ടെ, അതൊക്കെ അവർ കഴിക്കട്ടെ. എനിക്ക് പറ്റിയത് ഞാൻ കഴിക്കും. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു. ഇന്നിപ്പോൾ കറിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്ന കുറച്ച് കറികൾ അത് ഞാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ സവോള വാട്ടുന്നതാണ് ഇന്നത്തെ ഒരു കറി. പിന്നെ ചെറിയ ഉള്ളി, കൊച്ചുള്ളിയില്ലേ, കൊച്ചുള്ളി പുളി മിളക് ചേർത്തുണ്ടാക്കുന്ന ഒരു ചമ്മന്തി. പിന്നെ നമുക്ക് പുളി വറുത്തിടൽ, പുളിവെള്ളം എന്നൊക്കെ പറയും, പുളി വറുത്തിടുക എന്ന് പറയും. അതാണ് ഇന്നത്തെ നമ്മുടെ കറികൾ. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. വരൂ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. നമുക്ക് ആദ്യം സവോള വാട്ടാം. സവോള വാട്ടാൻ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് നമ്മൾ അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ നമ്മൾ ഈ സവോള, പച്ചമുളക്, കറിവേപ്പില ഇത് ചേർത്തി കൊടുക്കണം. അത് ചേർത്തി കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഈ എണ്ണയിൽ തന്നെ, വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഈ എണ്ണയിൽ തന്നെ ഇട്ട് നമ്മൾ ഇത് വഴറ്റണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട വേഗം വഴുകും. ഇപ്പോൾ കുറച്ച് ഉപ്പിടാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസാനം ഇടാം. ഇനി ഇത് ഈ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് വഴറ്റി കുക്കാക്കി എടുക്കണം സവോള. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അധിക വസ്തുക്കളൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. സവോള വാട്ടുന്നതിലേക്ക് പെട്ടെന്ന് നമുക്ക് ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ പുറത്തയക്കാനോ, പെട്ടെന്ന് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയി വന്ന് കറിയില്ല, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ തയ്യാറാക്കുന്ന ഒരു എളുപ്പ കറികളാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. വീട്ടമ്മമാർക്ക് എളുപ്പത്തിന് വേണ്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ കറികൾ. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ രുചികരവുമാണ്, എളുപ്പം കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് വഴുകി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴുകി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഇളക്കി ഈ എണ്ണയിൽ തന്നെ ഈ തക്കാളി കുക്കായി വരണം. തക്കാളി ഉടഞ്ഞു പോകരുത് കേട്ടോ. ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആകുമ്പോൾ അത് തക്കാളി ചമ്മന്തിയായി മാറും. അപ്പോൾ ഉടയരുത്, എന്നാൽ കുക്കാവണം. ആ ഒരു ഇതിൽ നമ്മളിത് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പുണ്ടെങ്കിൽ ചേർക്കണ്ട. നമ്മുടെ സവോള വാട്ടിയത് ഇങ്ങനെയാണ് സവോള വാട്ടുക. അപ്പോൾ അത് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഉള്ളി മൊരിയിച്ച ചമ്മന്തി, കൊച്ചുള്ളി മൊരിയിച്ച ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനൊരു പാത്രം വയ്ക്കുക. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഈ കൊച്ചുള്ളിയും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി കരിയാൻ പാടില്ല, എന്നാൽ ഇത് മൊരിയണം. ചെറിയ തീയിലിട്ടിട്ട് നമ്മളിത് മൊരിയിച്ചെടുക്കണം. ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് ചേർക്കാനുള്ളതാണ്. അത് കാരണം ഉള്ളി നന്നായി മൊരിയണം. പക്ഷെ കരിയരുത്. കരിഞ്ഞാൽ എന്താവും, പിന്നെ ആ ചമ്മന്തി കൊള്ളത്തില്ല. ഉള്ളി മൊരിയിച്ചെടുക്കണം നമ്മൾ. അതിന് സ്വല്പം സമയമെടുക്കും. അപ്പോൾ അത് പതുക്കെ ചെറുതീയിലിട്ടിട്ട് നമ്മളിത് മൊരിയിച്ചെടുക്കുക കേട്ടോ. മൊരിയിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്വല്പം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പൊടി ചേർക്കുമ്പോൾ ചേർക്കാം.
പിന്നെ ഇത് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് ചേർക്കാം. അപ്പം നമ്മുടെ ഉള്ളി നന്നായി മൊരിഞ്ഞു വന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി മൊരിയിക്കുക. മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പുളി ഇതുപോലെ സ്വല്പം വെള്ളം പാടുള്ളൂ. ഇതിങ്ങനെ നമുക്ക് ഉടച്ച് ചേർത്തെടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് പുളി വെള്ളം വേണ്ട കേട്ടോ പുളിയിൽ. ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വെള്ളം വറ്റണത് വരെ ഈ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇട്ട് ഉടച്ച് ചേർത്തി ഇത് ഒരു ചമ്മന്തിയാക്കി എടുക്കണം. ഉപ്പ് നോക്കുക, കുറവുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ നമ്മുടെ ഉള്ളി മൊരിച്ച ചമ്മന്തി റെഡിയാവും. ഇത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഇത് പുളി വറുത്തിടൽ, പിന്നെ അതായത് പുളിവെള്ളം എന്ന് പറയില്ല, അതും പിന്നെ തക്കാളി ചമ്മന്തി, ഇതൊക്കെയായിരുന്നു പണ്ട് കാലത്ത് എൻ്റെ കുട്ടിക്കാപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഭക്ഷണത്തിനുള്ള കറികളെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയിൽ നിന്നാണ് ഇത് ഞാൻ പഠിച്ചത്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എളുപ്പത്തിന് വേണ്ടി ഞാനും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉള്ളി മൊരിച്ച ചമ്മന്തി റെഡിയായി. നമ്മൾ പുളി വറുത്തിടാൻ പോവുകയാണ്. അതിന് പഴയ ചീഞ്ചിട്ടി എൻ്റെ അലുമിനിയം ചീഞ്ചിട്ടി എടുത്തു. ഇത് അടുപ്പമയാണ് പണ്ട് വയ്ക്കാറ്. പക്ഷെ ഇപ്പോൾ 2 ചീഞ്ചിട്ടി ഞാൻ 2 കറിക്ക് എടുത്ത കാരണം ഇത് വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇതെന്താ പഴയ ചീഞ്ചിട്ടി, ഇതെന്ത് ചീഞ്ചിട്ടിയാണെന്നൊന്നും ആരും ചോദിക്കരുത്. ഇതെൻ്റെ പാരമ്പര്യമായിട്ടുള്ള 2 ചീഞ്ചിട്ടി ഇവിടെ ഉണ്ട്. ഒരെണ്ണം ഓട്ടയായി, എന്നിട്ടും ഞാൻ ഉപയോഗിക്കും. അത് 2 ഞാൻ കൊടുത്തിട്ടില്ല, കളയണില്ല, പാത്രക്കാർക്കൊന്നും കൊടുക്കില്ല, എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കൊരു പാത്രം വയ്ക്കുക, പുളി വെള്ളം ഉണ്ടാക്കണ്ട, അതിനൊരു പാത്രം വയ്ക്കുക, അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 2 മണി കടുക് ഇട്ട് കൊടുക്കാം. 2 മണി കടുകും 2 മണി ഉലുവ, 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം, കറിവേപ്പില, ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് അരിച്ച് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് മാറ്റി വയ്ക്കുക. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ, ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. പണ്ട് മല്ലിയിലൊന്നും ഇടില്ല, ഇപ്പോൾ മല്ലിയില ഇടുന്നുണ്ട്. ഉള്ളപ്പോൾ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, കാര്യം കഴിയും. ഇനി ഇത് നന്നായി തിളച്ച് ഈ പുളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ പുളിവെള്ളം, പുളിച്ചാറ്, പുളി വറുത്തിട്ടത് നോക്കും പറയും. പിന്നെ രസത്തിൻ്റെ അനിയത്തിയായിട്ടും പറയും. ഇത് രസത്തിൻ്റെ അനിയത്തിയാണ് കേട്ടാ. അപ്പോൾ ഇതായി കഴിഞ്ഞത് ഒഴിച്ച് ചോറുണ്ണാൻ നല്ല രസമാണ്. അത് കഴിച്ചവർക്കറിയാം, കഴിക്കാത്തവർ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ 3 തരം കറികളും കണ്ടില്ലേ. ഇനി നമുക്ക് ചോറുണ്ണാൻ വരും. അമ്മ വന്നിട്ട് ഒരു മാങ്ങ ചേർത്തി അതിനിട്ട് കൊടുത്ത്, എന്ത് മാങ്ങയാവോ, അതിനെ തിന്നിട്ട് വല്ല രോഗം വരുമെന്നറിയില്ല. ചീഞ്ഞ മാങ്ങയൊക്കെയാണ്, എന്ത് ചെയ്യാനാ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. കൊച്ചു കുട്ടികളെ നോക്കണ പോലെ അവരെ എടുത്താൻ നോക്കി നിൽക്കാൻ പറ്റുമോ നമുക്ക്? ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയിലാണ് അവിടെ ആ പരിപാടി ഒപ്പിച്ചിരിക്കണം. നോക്കട്ടെ ഇനി എന്താന്ന്. അപ്പം നമ്മുടെ ചോറും കറികളൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പാ. ഇതാ നമ്മുടെ സവോള വാട്ടിയത്, ഉള്ളി മൊരിയിച്ച ചമ്മന്തി, പുളി വറുത്തിട്ടത്, കഞ്ഞിവെള്ളം കുടിക്കാനുള്ളത്, ചോറ്. വേണമെങ്കിൽ എടുക്കാം.
പുളി വറുത്തിട്ട വെള്ളം. ഇന്നാൾ ഇതുപോലെ ഞാൻ പുളി വെള്ളം ഒഴിച്ചപ്പോൾ ആരോ കമൻറ്റിലിട്ടു, അമ്മയ്ക്ക് ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കല്ലേ മക്കളെ, ഇത് നമ്മൾ മീൻ കറിയല്ല വെച്ചിരിക്കണേ, നടുവും വാലൊക്കെ തിരഞ്ഞെടുക്കാൻ. ഇത് പുളി വറുത്തിട്ടതാണ്. നമ്മൾ കോരി ഒഴിക്കുമ്പോൾ കറിവേപ്പില ഇതൊക്കെ പെടും. പക്ഷേ അതെടുത്ത് കളയാനുള്ള ബോധമൊക്കെ അമ്മയ്ക്കുണ്ട്. നഷ്ടപ്പെട്ടിരുന്നു അത്രയ്ക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിന്നെ പെരിവ് കൂട്ടി തുടങ്ങിയ കാരണം നമുക്ക് 2 തരമൊന്നും വെക്കാണ്ട് കഴിഞ്ഞിട്ടാ. അപ്പം അമ്മയ്ക്ക് പിന്നെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് കഴിക്കണത് ഇഷ്ടം. അപ്പം ഞാൻ കൊടുക്കട്ടെ. ഒന്നും കഴിക്കാണ്ട് കിടക്കുക. നിങ്ങൾ കഴിച്ചോളൂ. അത് കഴിച്ചില്ലെങ്കിൽ അതിന് വിശക്കുമ്പോൾ അത് കഴിച്ചോളൂ. നിങ്ങളിപ്പോൾ കഴിക്ക്, നിങ്ങൾക്ക് കിട്ടിയത്. ആ ഇടാൻ കൊടുത്ത ജാക്കറ്റ് ചുമപ്പ്, അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇന്നലെ ഇട്ട വെള്ള ജാക്കറ്റ് വീണ്ടും എടുത്തിട്ടിരിക്കുക. അവിടെ ഇരിക്കട്ടെ, എന്താ ചെയ്യുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുളി വറുത്തിട്ട് വെള്ളം ഞാൻ ഉപ്പ് എടുക്കണില്ല, ഉച്ചയ്ക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഇത്തിരി ചമ്മന്തി കൂട്ടിയിട്ടേ ഞാനും ഉണ്ട് നോക്കട്ടെ. അല്ലാണ്ട് കാര്യമില്ല. എനിക്കിതൊക്കെ ഇഷ്ടം. ഇങ്ങനെ 2 തരം ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതും മതി. ഇഷ്ടം പോലെ ചോറ് ഞാനും ഉണ്ണും. അപ്പോൾ എല്ലാ മക്കളും പോയി ഊണ് കഴിക്കട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തുക. എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.